വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് രണ്ട് തരം റാപ്പ് ഉണ്ടാക്കാം. ഒന്ന് സ്വീറ്റ് റാപ്പും ഒന്ന് വെജ് റാപ്പും. ഈ രണ്ട് റാപ്പും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതുണ്ടാക്കുന്ന വീഡിയോ കാണാം. സ്വീറ്റ് റാപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ടോർട്ടില്ല അല്ലെങ്കിൽ ചപ്പാത്തി, പഴം വട്ടത്തിൽ അരിഞ്ഞത്, പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ന്യൂട്ടെല്ല, ആൽമണ്ട് ഫ്ലേക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സ് അരിഞ്ഞത്, ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്. ആദ്യം നമുക്ക് ടോർട്ടില്ല അല്ലെങ്കിൽ ചപ്പാത്തി വെച്ച് അതിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി ഈ ടോർട്ടില്ലയുടെ ഒരു ക്വാർട്ടറിൽ ഏകദേശം 3 ടീസ്പൂൺ ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന്റെ മേലത്തെ സൈഡിൽ അരിഞ്ഞു വെച്ച പഴം ഇതുപോലെ വെക്കാം. ഇനി ഇതിന്റെ അടുത്ത സൈഡിൽ ഏകദേശം 3 ടീസ്പൂൺ ആൽമണ്ട് ഫ്ലേക്സ് ഇടാം. ആൽമണ്ട് ഫ്ലേക്സ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് ചോപ്പ് ചെയ്തിട്ടാലും മതി ട്ടോ. ഇനി പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. പീനട്ട് ബട്ടർ ഇല്ലെങ്കിൽ ന്യൂട്ടെല്ല ആണെങ്കിലും യൂസ് ചെയ്യാം ട്ടോ. ഇനി ടോർട്ടില്ല ഇതുപോലെ ഫോൾഡ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ബട്ടർ തേക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ആയിരിക്കണേ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ടോർട്ടില്ല റാപ്പ് പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. ഇതിന്റെ ഒരു സൈഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനി മറിച്ചിട്ട് 1 മിനിറ്റും കൂടി ടോസ്റ്റ് ചെയ്യാം. സ്വീറ്റ് റാപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി അടുപ്പത്തു നിന്ന് മാറ്റി സെർവ് ചെയ്യാം. വെജി റാപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ടോർട്ടില്ല അല്ലെങ്കിൽ ചപ്പാത്തി, ക്യാപ്സിക്കമും സബോളയും നീളത്തിൽ അരിഞ്ഞത്, സ്വീറ്റ് കോൺ, ചീസ് ഗ്രേറ്റ് ചെയ്തത്, മയോനൈസ്, ടൊമാറ്റോ കെച്ചപ്പ്, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഒറെഗാനോ, ഉപ്പ്, എണ്ണ. ആദ്യം നമുക്ക് ടോർട്ടില്ല അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മേളിൽ ഇതുപോലെ 1.5 ടീസ്പൂൺ മയോനൈസ് തേക്കാം. ഇനി ഇതിന്റെ മേളിൽ 1.5 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഒരു കത്തി കൊണ്ട് ഈ ടോർട്ടില്ലയുടെ എക്സാക്ട് സെന്ററിൽ നിന്ന് താഴേക്ക് കട്ട് ചെയ്യാം. ഇനി ഇതിന്റെ ഒരു ക്വാർട്ടറിൽ അരിഞ്ഞു വെച്ച സബോള ഇതുപോലെ വെക്കാം. ഇനി സ്വീറ്റ് കോൺ ഈ സൈഡിലിട്ട് ലെവൽ ചെയ്യാം. ഇനി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇതുപോലെ ഇടാം. ഇനി ഈ സൈഡിൽ ഗ്രേറ്റഡ് ചീസ് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് 2 നുള്ളുപ്പ് ഈ സബോളയുടെയും ക്യാപ്സിക്കത്തിന്റെയും സ്വീറ്റ് കോണിന്റെയും മേളിലിടാം.
ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേലിടാം. ഇനി 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേലിടാം. ഇനി 1/4 ടീസ്പൂൺ ഒറിഗാനോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേലിടാം. ഇത് ഓപ്ഷണൽ ആണ്. ഇനി ടോർട്ടില്ല നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ സ്വല്പം എണ്ണ ഒഴിക്കാം. ഈ സമയത്ത് ടെമ്പറേച്ചർ മീഡിയം ടു ഹൈ ആയിരിക്കണേ. ഇനി റെഡിയാക്കി വെച്ച റാപ്പ് പാനിൽ വെക്കാം. ചീസ് ഉള്ള ഭാഗം അടിയിൽ വരണേ. എന്നിട്ട് ഏകദേശം 1 മിനിറ്റ് നമുക്ക് ടോസ്റ്റ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് മറിച്ചിട്ട് 2 മിനിറ്റ് ടോസ്റ്റ് ചെയ്യാം. വെജി റാപ്പ് ഇപ്പം നന്നായി ടോസ്റ്റായി റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടുപ്പത്തു നിന്ന് മാറ്റി സെർവ് ചെയ്യാം. ഈ റാപ്പിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.